ജില്ലയിൽ മക്കരപ്പറമ്പ് ചെട്ടിയാരങ്ങാടിയിൽ നിപ്പ ബാധ സംശയിച്ച് 18 വയസ്സുകാരി മരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഡിഎംഒയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരുടെയും എപ്പിഡമോളജിസ്റ്റുകൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്നു. കേസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബുവിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സംഘം സർവൈലൻസ് നടത്തി. കേസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സംഘം സർവൈലൻസ് നടത്തി. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന ദിവസം വരെ ക്വാറന്റൈൻ പാലിക്കേണ്ടതും കുടുംബാംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം. ജില്ലാ മെഡിക്കൽ ഓഫീസർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. 0483273510 0483273520 എന്നിവയാണ് ഫോൺ നമ്പറുകൾ. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ എടുക്കുന്ന കാലയളവായ ഇൻക്യുബേഷൻ പീരീഡ് 4 മുതൽ 14 ദിവസം വരെയാണ്. ഇത് ചിലപ്പോൾ 21 ദിവസം വരെയാകാം. പനിയോടൊപ്പം തലവേദന, ഛർദി, ജനി, പിച്ചും പേയും പറയുക, ചുമ, ശ്വാസതടസ്സം, ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളിൽ ഒന്നോ അതിലധികമോ പ്രത്യക്ഷപ്പെടാം. ഇതിൽ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ സമയം കഴിയുന്തോറും വർദ്ധിച്ചു വരാം എന്നതും രോഗതീവ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് രോഗവ്യാപന സാധ്യത വർദ്ധിച്ചേക്കാം എന്നതും നിപ്പ രോഗത്തിന്റെ പ്രത്യേകതയാണ്. വവ്വാലുകളിൽ നിന്നും നേരിട്ടോ അല്ലാതെ വവ്വാൽ കടിച്ച പഴങ്ങൾ, വവ്വാലുകളിൽ നിന്ന് അണുബാധ ഉണ്ടായ മറ്റു മൃഗങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത്. വൈറസ് ബാധിച്ച ആൾക്ക് രോഗലക്ഷണം പ്രകടമായതിനു ശേഷം മറ്റുള്ളവരിലേക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർത്താൻ കഴിയും. ലക്ഷണമുള്ളവരുമായി അടുത്ത സമ്പർക്കമുള്ളവരിലേക്ക് ശരീരദ്രവത്തിലൂടെയാണ് പകരുന്നത്. നിപ്പ ബാധിതയിടങ്ങളിൽ പനിയുടെ ലക്ഷണങ്ങളുള്ള എല്ലാവരും വിശിഷ്ടാപനിയോടൊപ്പം തലവേദന, ജനി, പിച്ചും പേയും പറയുക, ചുമ, ശ്വാസമുട്ടലിന്റെയോ ലക്ഷണങ്ങൾ എന്നിവയിൽ ഏതെങ്കിലുമുള്ളവരും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവരെ പരിചരിക്കുന്നവരും മാസ്ക് ധരിക്കേണ്ടതാണ്. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുക. രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് സമ്പർക്കത്തിലേർപ്പെട്ടവർ ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂമിൽ അറിയിക്കണം. ഇവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുമാണ്. മറ്റുള്ളവരുമായി ഇടപഴകുന്ന സമയത്ത് കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക. സാമൂഹിക അകലം പാലിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുകയോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുകയോ ചെയ്യുന്നത് പ്രതിരോധത്തിനുള്ള മുൻകരുതലാണ്. രോഗലക്ഷണങ്ങളുള്ളവരും അവരുമായി ബന്ധപ്പെടുന്നവരും കുടുംബാംഗങ്ങളും മാസ്ക് ധരിക്കണമെന്നും ഡിഎംഒ അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.